ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ലൊരു സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴമാണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കുറച്ച് കട്ടിയിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് മുറിക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം, പിന്നെ ഒരു മുട്ടയും വേണം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പഴത്തിൻ്റെ പീസ് എടുത്ത് മുട്ടയുടെ കൂട്ടിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ കോട്ട് ചെയ്തെടുത്ത പഴം വീണ്ടും മുട്ടയുടെ കൂട്ടിലേക്ക് ഇട്ടിട്ട് വീണ്ടും ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഒന്നും കൂടെ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല കട്ടിയുള്ളൊരു കോട്ടിങ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ഓയിൽ ചൂടാക്കിയെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചൂടാക്കിയെടുക്കണം. ഡീപ്പ് ഫ്രൈ ആയിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് തീ എപ്പോഴും മീഡിയം ലെവലിൽ തന്നെ ആയിരിക്കണം. ഹൈ ലെവലിലാവുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. എല്ലാവരും ഈ റമദാൻ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത നല്ല റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.